ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാവിലെ മുതൽ ഇന്നലെ രാത്രി മുതൽ ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഈ വാർത്ത കേട്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്, മുക്കിലും മൂലയിലും ബാറുകൾ അനുവദിച്ചിരിക്കുകയാണ്. ഈ സർക്കാരിൻ്റെ മദ്യനയത്തിൻ്റെ യഥാർത്ഥ പ്രതിഫലനമാണ് അത്. കോടതിയിൽ നിന്ന് കിട്ടിയതാണെന്നൊക്കെ ന്യായം പറയാമെങ്കിലും സർക്കാർ നിലപാട് കർശനമാണെങ്കിൽ അതൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ രാജ്യവ്യാപകമായി ഇപ്പോൾ തന്നെ ബാറുകൾ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് എന്താണ്? ഡ്രൈ ഡേ ഒഴിവാക്കാനും അതുപോലെ സമയം കൂട്ടിക്കൊടുക്കാനും വേണ്ടിയിട്ടുള്ള കരാറിലായിട്ടുണ്ട് എന്ന് പറയുന്നത് ബാറിൻ്റെ ബാറിൻ്റെ ഉടമകൾ തന്നെയാണ്. ഇത് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ബാർ അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്നുള്ള സംശയമില്ല. ഇപ്പം മന്ത്രി തൽക്കാലം ഇതൊക്കെ പറഞ്ഞ് തടി തപ്പുന്നതിലൊന്നും കാര്യമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അവർ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഒഴിഞ്ഞു മാറുന്നതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. കാരണം അവരുടെ പോളിസി അങ്ങനെയാണ്. അവർക്ക് അത് നിഷേധിക്കാൻ പറ്റില്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവർ അനുവദിച്ച ബാറുകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ, പല കാരണങ്ങളിലും എടുത്തു നോക്കിയാൽ, ഇതെല്ലാം അവരുടെ മദ്യനയത്തിൽ ഡീവിയേഷൻ നടത്തിയതിന് വ്യക്തമായ തെളിവാണ്. കേരളത്തിലെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിട്ട് ഈ ഗവൺമെൻറ് എന്ത് വന്നോട്ടെ, അവർക്ക് എല്ലാത്തിനും ഒരു മറുപടി ഉണ്ട്. ഞങ്ങൾ രണ്ടാം തവണയും മഹാഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്ന സർക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്കെല്ലാം തരാനുള്ള അധികാരം ജനങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ടാം തവണയും ഞങ്ങൾ ജയിച്ചിട്ടുള്ളത്.